ബോട്ടത്തിൻ്റെ അവിടെ ലേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്ത അതേ ഡീറ്റെയിലിംഗ് ആണ് ബോട്ടത്തിൻ്റെ എൻഡിലും കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ കളറിലുള്ള ഒരു കോട്ടൺ 3 പീസ് സെറ്റ് ആയിട്ടാണ് കേട്ടോ. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പേസ്റ്റൽ കളറിലുള്ള ലാവൻഡർ കേട്ടോ. നമ്മളിതിനേക്കാളും ഡാർക്ക് ലാവൻഡർ കൊടുത്തിട്ടുണ്ട്. ഇതല്ല, ഒരു ഇതേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത്. കണ്ടോ, ഇവിടെ ചിക്ക് പ്ലീറ്റഡ് മോഡലാണ്. കാണിച്ചു തരാം. നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെ, വർക്കൊക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബീഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ കട്ടിങ് ബീഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വി നെക്ക് പാറ്റേൺ, എന്നാൽ കുറച്ച് ഇങ്ങനെ വൈഡായിട്ടാണ് ആ വി നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ബോർഡർ. കണ്ടോ, ഇതാണ് അതിൻ്റെ ഡീറ്റെയിലിങ്. ഇത് പ്രിൻ്റാണ്. ഇതാണ് ചിക്ക് പ്ലീറ്റഡ് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ കാണിക്കാവേ. 3 പീസ് സെറ്റാണ്. അപ്പോൾ നല്ലൊരു ലാവൻഡറാണ് കേട്ടോ. പേസ്റ്റൽ ഷെയ്ഡിലെ ലാവൻഡറാണ്. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് എക്സൽ മോഡലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് കാണാവേ. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് സ്ലിറ്റഡ് ആണ് കേട്ടോ. സ്ലിറ്റഡ് ആണ്. ഇതാ ചിക്ക് പ്ലീറ്റഡ് മോഡൽ എന്നാണ് പറയുക. അതായത് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മുടെ യോക്ക് പോർഷനിൽ നിൽക്കല്ല, ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ പ്ലീറ്റ് വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ആ ഒരു മോഡലാണ്. ഇത് നല്ല ഭംഗിയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണ്. നിങ്ങൾക്കറിയാം, ഇത് ലേസാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ലേസാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ഇതിലും വെച്ചിട്ടുണ്ട്. വേറൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിൽ ഇവിടെ തൊട്ടൊരു ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ സ്ലീവിൻ്റെ ഒരു ഭാഗം വരുന്നത്. പിന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്, പ്രിൻ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിൽ അതേപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുള്ള ബോർഡർ വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനൊരു ബോർഡർ വരുന്നുണ്ട്. നമ്മുടെ ഈ പ്രിൻ്റൊക്കെ ഒത്തിരി ഡിമാൻഡുള്ള പ്രിൻ്റാണ് കേട്ടോ. പ്രിൻ്റ് ഡിസൈനൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു 46-47 ലെങ്ത്ത് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും 46, 47 ഒക്കെ ലെങ്ത്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഓരോന്ന് വെയർ ചെയ്യാനായിട്ട് എനിക്ക് മൂടുള്ള ടൈമിലാണ് പറ്റത്തുള്ളൂ. നമുക്ക് ഓരോന്ന് മാറി മാറി ഇടാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും 2-3 വീഡിയോ എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറേ ഒരു ഡിലേ വന്നതുകൊണ്ട് അടുപ്പിച്ച് കുറച്ച് വീഡിയോസ് ഇടുകയാണ്. ഓരോ പീസ് പറയുന്നത് ലെങ്തി ആകുമ്പോൾ നിങ്ങൾ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ ആണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ബോട്ടം വരുന്നത് കേട്ടോ. ബോട്ടത്തിൻ്റെ അടിയിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിൻ്റെ പ്രിന്റ് വ്യത്യാസമുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. കണ്ടോ, ബോട്ടത്തിൻ്റെ പ്രിന്റ് വ്യത്യാസമുണ്ട്. ബോട്ടത്തിൻ്റെ അവിടെ ലേസ് കൊടുത്തിട്ടുണ്ട്. ആ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്ത അതേ ഡീറ്റെയിലിംഗ് ആണ് ബോട്ടത്തിൻ്റെ എൻഡിലും കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ഇനി നമ്മുടെ നല്ല ഭംഗിയുള്ള, അതായത് ബോട്ടത്തിൻ്റെ അതേ ഡിസൈനിലുള്ള ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ടയിൽ ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ 2 സൈഡിലും ബോർഡറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതേ ബോട്ടത്തിൻ്റെ അതേ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ചധികം ലെങ്ത് ഇട്ടിട്ടാണ്. നല്ല ലെങ്ത്തൊക്കെയുള്ള ദുപ്പട്ടയാണ്. ബോർഡറും നല്ല സൂപ്പറാണ്. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമുക്കറിയാം, ബോട്ടത്തിൻ്റെ അവിടെയും നമുക്ക് ഇങ്ങനെ ലേസൊക്കെ വരുന്നതുകൊണ്ട് ഇത് വെയർ ചെയ്യുമ്പോഴാണ് ടോട്ടലി ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുക കേട്ടോ. വെയർ ചെയ്തത് ഞാൻ ഇതിൻ്റെ ഹാൻഡിൽ, ഇതിൻ്റെ സ്ക്രീനിൻ്റെ സൈഡിൽ കാണിക്കാവേ. നമുക്കെല്ലാം നമുക്ക് ഇടാനായിട്ട് വെയർ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് കോട്ടണിലുള്ള ട്രെൻഡിങ് ഡിസൈൻ ആയിട്ടുള്ള 3 പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 1140, 1140. ഓക്കെ, അപ്പോൾ ഇത് വേണ്ടവർ വാട്സപ്പിലാണ് ബുക്കിംഗ് വരുന്നത്. പിന്നെ നമ്മുടെ സൈസസ് ഞാൻ എപ്പോഴും പറയാൻ വിട്ടുപോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ തിരക്കൊണ്ടാണ്. അപ്പോൾ M2 XXL വരെ അവൈലബിൾ ആണ്. സൈസ്, നിങ്ങളുടെ സൈസ് വേണ്ടവർ മെസ്സേജ് ചെയ്യുമ്പോൾ സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അവൈലബിൾ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നിൽക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ അത് വേഗം കിട്ടും. സ്റ്റോക്ക് തീരുമ്പോഴേക്കും 10 days എന്തായാലും കാത്തിരിക്കണേ. ഓക്കെ, അപ്പോൾ
നമുക്ക് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളത് വീഡിയോ തുടക്കത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും ഞാൻ വിട്ടുപോവാണ്. നിങ്ങളുടെ കമൻറ്റുകൾ പേഴ്സണലി എനിക്ക് ഇഷ്ടം പോലെ കമൻറ്റ്സ് വരുന്നത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും പബ്ലിക്കായിട്ട് കമൻ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ അതൊരു എന്താ പറയുക, അവരുടെ ഒരു ചിലർക്കൊക്കെ പേടിയാണ് ഫസ്റ്റ് ടൈം. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പോലും കുറച്ച് ആളുകൾക്ക്, അപ്പോൾ അവർക്കൊക്കെ അത് മാറി അവർക്ക് എടുക്കാനായിട്ടുള്ളൊരു വിശ്വസ്തത കിട്ടും. ഓക്കെ, ബൈ, താങ്ക് യു.